എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ഗൈഡിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ കൊമേഴ്സ് സിലബസിലെ രണ്ടാമത്തെ മൊഡ്യൂളായ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിലെ പ്രധാനപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പാർട്ട് 2 നമ്മൾ അനലൈസ് ചെയ്യാണ്. ഒന്നാമത്തെ ചോദ്യം, ദ ലോങ് ടേം അസറ്റ് ദാറ്റ് ഹാവ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ബട്ട് ആർ റൈറ്റ്സ് ദാറ്റ് ഹാവ് വാല്യൂ ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ കറണ്ട് അസറ്റ്, ഓപ്ഷൻ ബി ഫിക്സഡ് അസറ്റ്, ഓപ്ഷൻ സി ഇൻടാഞ്ചിബിൾ അസറ്റ്, ഓപ്ഷൻ ഡി ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇല്ലാത്ത എന്നാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാല്യൂ ഉള്ള ലോങ് ടേം അസറ്റിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത്. എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് അസറ്റുകളെ നമുക്ക് ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ് എന്നും ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി ടച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉള്ള ഫിക്സഡ് അസറ്റുകളാണ്. എന്നാൽ ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇല്ലാത്ത എന്നാൽ അതിനൊരു വാല്യൂ ഉണ്ട്, അതൊരു റൈറ്റ് ആണ്. അത്തരത്തിലുള്ള ഫിക്സഡ് അസറ്റുകളെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഗുഡ് വില്ല്, പാറ്റന്റ്, കോപ്പി റൈറ്റ് എക്സെട്ര. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ദ അസറ്റ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ദാറ്റ് ഈസ് 1 year or less are known as. Option A current asset, option B fixed asset, option C intangible asset, option D investment. അതായത് ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളെ നമ്മൾ എന്താണ് വിളിക്കുക? എന്താണ്? കറണ്ട് അസറ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റീസിനെ നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എന്നാണ് പറയാം. അത് രണ്ടും ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, പാറ്റന്റ്, കോപ്പിറൈറ്റ്സ് ആൻഡ് ട്രേഡ് മാർക്സ് ആർ ഓപ്ഷൻ എ കറണ്ട് അസറ്റ്, ഓപ്ഷൻ ബി ഫിക്സഡ് അസറ്റ്, ഓപ്ഷൻ സി ഇൻടാഞ്ചിബിൾ അസറ്റ്, ഓപ്ഷൻ ഡി ഇൻവെസ്റ്റ്മെന്റ്. അതായത് പാറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ഇതിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത്. എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഇതൊക്കെ ഫിക്സഡ് അസറ്റ് ആയിട്ടാണ് കണക്കാക്കുക, പക്ഷെ ഇതിന് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇല്ല, ഇതിനൊരു വാല്യൂ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിനെ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നാലാമത്തെ ചോദ്യം, ദ ഡെബ്റ്റ്സ് വിച്ച് ആർ ടു ബി പെയ്ഡ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഇയർ ഓർ ലെസ് ആർ നോൺ ആസ്. ഓപ്ഷൻ എ കറന്റ് ലയബിലിറ്റീസ്, ഓപ്ഷൻ ബി ഫിക്സഡ് ലയബിലിറ്റീസ്, ഓപ്ഷൻ സി കണ്ടിജന്റ് ലയബിലിറ്റീസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദം. അതായത് ഒരു വർഷത്തിനുള്ളിൽ റീപേ ചെയ്യേണ്ട ബാധ്യതകളെ, കടങ്ങളെ എന്താണ് പറയുന്നത്? എന്താണ്? കറന്റ് ലയബിലിറ്റീസ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, റിയൽ അക്കൗണ്ട്സ് റെക്കോർഡ്. ഓപ്ഷൻ എ ഡീലിംഗ് വിത്ത് ക്രെഡിറ്റേഴ്സ് ഓർ ഡെപ്റ്റേഴ്സ്, ഓപ്ഷൻ ബി ഡീലിംഗ് വിത്ത് കമ്മ്യൂണിറ്റീസ്, ഓപ്ഷൻ സി ഗെയിൻസ് ആൻഡ് ലോസസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. അതായത് അക്കൗണ്ടിങ്ങിൽ അക്കൗണ്ട്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് റിയൽ അക്കൗണ്ട് ആണ്, രണ്ടാമത്തത് പേഴ്സണൽ അക്കൗണ്ട് ആണ്, മൂന്നാമത്തത് നോമിനൽ അക്കൗണ്ട് ആണ്. എന്താണ് റിയൽ അക്കൗണ്ട്? അസറ്റ് അതുപോലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുന്ന അക്കൗണ്ട്സുകളാണ് റിയൽ അക്കൗണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? എക്സാമ്പിൾ ആയിട്ട് ക്യാഷ് അക്കൗണ്ട്, ബിൽഡിംഗ്, ഫേർണിച്ചേഴ്സ്, ലാൻഡ്, മെഷീനറി, പാറ്റന്റ്, ഇതൊക്കെ റിയൽ അക്കൗണ്ടിന് എക്സാമ്പിൾ ആണ്. അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് പേഴ്സണൽ അക്കൗണ്ട്. എന്താണ് പേഴ്സണൽ അക്കൗണ്ട്? അക്കൗണ്ട്സ് റിലേറ്റഡ് ടു ഇൻഡിവിജ്വൽ ഫേംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇൻഡിവിജ്വൽ റിലേറ്റഡ് ആയിട്ടുള്ള, ഫേം റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഉണ്ടാവും. അതിനെയാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് റാംസ് അക്കൗണ്ട്, അല്ലെങ്കിൽ SBI അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഇതൊക്കെ പേഴ്സണൽ അക്കൗണ്ടിന് എക്സാമ്പിൾ ആണ്. അടുത്ത് നോക്കും നോമിനൽ അക്കൗണ്ട്. അക്കൗണ്ട് റിലേറ്റഡ് ടു ഇൻകം, എക്സ്പെൻസ്, ഗെയിൻ ഓർ ലോസസ്. അതായത് ഇൻകം, എക്സ്പെൻസ്, ഗെയിൻ, ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഒരു ബിസിനസ്സിൽ ഉണ്ടാവും. അതിനെ കോമൺ ആയിട്ട് നമ്മൾ നോമിനൽ അക്കൗണ്ട് എന്നാണ് പറയാം. എക്സാമ്പിൾ ആയിട്ട് സാലറി അക്കൗണ്ട് ഉണ്ടാവും, റെന്റ് അക്കൗണ്ട് ഉണ്ടാവും, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഉണ്ടാവും, കമ്മീഷൻ ഉണ്ടാവും, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അക്കൗണ്ട് ഉണ്ടാവും. അതൊക്കെ നോമിനൽ അക്കൗണ്ടിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഇനി ഇവിടെ ക്വസ്റ്റ്യൻ നോക്കൂ. റിയൽ അക്കൗണ്ട് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്? എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്? ഡീലിങ്സ് ഇൻ കമ്മോഡിറ്റീസ് ആണ് കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്രെഡിറ്റേഴ്സും ഡെപ്റ്റേഴ്സും ആയിട്ട് ഡീൽ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണ്? പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഗെയിൻ ആൻഡ് ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പൊ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം.
നിരീക്ഷിക്കാം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നോക്കൂ. എനി റിട്ടൺ എവിഡൻസ് in support of business transaction is called option A journal, option B ledger, option C ledger posting, option D voucher. അതായത് ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള എവിഡൻസിനെ എന്താണ് പറയുന്നത്? അതായത് ബിസിനസ്സിൽ ഇപ്പൊ സാലറി കൊടുത്തു, അല്ലെങ്കിൽ ബിസിനസ്സിന് കുറച്ച് കമ്മീഷൻ കിട്ടി, അങ്ങനെ ഏതൊരു ട്രാൻസാക്ഷൻ നടന്നാലും അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള റിട്ടൺ എവിഡൻസ് ഉണ്ടാവണം. ഓക്കെ, അതിനെ എന്താണ് പറയുന്നത്? എന്താണ്? വൗച്ചർ എന്നാണ് കേട്ടോ പറയാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നോക്കൂ. ദ അക്കൗണ്ട് ദാറ്റ് റെക്കോർഡ്സ് എക്സ്പെൻസ്, ഗെയിൻ ആൻഡ് ലോസസ് ഈസ് ഓപ്ഷൻ എ പേഴ്സണൽ അക്കൗണ്ട്, ഓപ്ഷൻ ബി റിയൽ അക്കൗണ്ട്, ഓപ്ഷൻ സി നോമിനൽ അക്കൗണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. അതായത് എക്സ്പെൻസ്, ഗെയിന്, ലോസ് റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടുകളെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത്. നമ്മൾ നേരത്തെ കണ്ടാണ് അല്ലെ, നോമിനൽ അക്കൗണ്ട്സ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ദെൻ ഒമ്പതാമത്തെ ചോദ്യം നോക്കൂ. ഇൻ ജേണൽ ദ ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ് ഓപ്ഷൻ എ സെയിം ഡേ, ഓപ്ഷൻ ബി നെക്സ്റ്റ് ഡേ, ഓപ്ഷൻ സി വൺസ് ഇൻ എ വീക്ക്, ഓപ്ഷൻ ഡി വൺസ് ഇൻ എ മന്ത്. അതായത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആദ്യം റെക്കോർഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് പറയുന്ന പേരാണ് ജേണൽ. അപ്പൊ ജേണലില് ഒരു ട്രാൻസാക്ഷൻ നടന്ന ആ സമയത്ത് തന്നെ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. റിയൽ ടൈം ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇപ്പൊ സെയിൽസ് നടന്നു അല്ലെങ്കിൽ പർച്ചേസ് നടന്നു, അത് ആദ്യം ഫസ്റ്റ് ടൈം ആയിട്ട് ജേണലിൽ ആ ഒരു സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്യണം എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ സെയിം ഡേ ആണ് കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? then അടുത്ത നോക്കൂ. ദ പ്രോസസ് ഓഫ് എൻറ്ററിംഗ് ഓൾ ട്രാൻസാക്ഷൻസ് ഫ്രം ദ ജേണൽ ടു ലെഡ്ജർ ഈസ് കോൾഡ് ഓപ്ഷൻ എ പോസ്റ്റിംഗ്, ഓപ്ഷൻ ബി എൻട്രി, ഓപ്ഷൻ സി അക്കൗണ്ടിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. അപ്പൊ നമ്മൾ ഇപ്പം പറഞ്ഞ കാര്യം തന്നെ, ഒരു ബിസിനസ്സിൽ ആദ്യം ട്രാൻസാക്ഷൻ നടന്നാൽ അത് ജേണലിലാണ് എഴുതുക. ഓക്കെ, ജേണൽ എഴുതി കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. അപ്പൊ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് അതിനെ മാറ്റുന്നത്. അപ്പൊ ഈ ജേണലിൽ നടക്കുന്ന അല്ലെങ്കിൽ എൻ്റർ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് ലെഡ്ജറിലേക്ക് എഴുതുന്നതിന് പറയുന്ന പേര് പോസ്റ്റിംഗ് എന്നാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ലെഡ്ജർ പോസ്റ്റിംഗ് എന്നാണ് പറയാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ദെൻ അടുത്തത് നോക്കൂ. ദ ഫോളോയിങ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഓപ്ഷൻ എ ട്രേഡിംഗ് അക്കൗണ്ട്, ഓപ്ഷൻ ബി ട്രയൽ ബാലൻസ്, ഓപ്ഷൻ സി പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ ഡി ബാലൻസ് ഷീറ്റ്. അതായത് ഒരു സ്പെസിഫിക് പീരീഡില് ഓർഗനൈസേഷനിൽ ഉണ്ടായിട്ടുള്ള റവന്യൂ എക്സ്പെൻസും കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേരെന്താണെന്നാണ് അല്ലെ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, then അടുത്ത് നോക്കൂ. ബാലൻസ് ഷീറ്റ്സ് ആർ പ്രിപ്പയർഡ് ഓപ്ഷൻ എ ഡെയിലി, ഓപ്ഷൻ ബി വീക്ക്ലി, ഓപ്ഷൻ ഡി മന്ത്ലി, ഓപ്ഷൻ സി മന്ത്ലി, ഓപ്ഷൻ ഡി ആനുവലി. അതായത് ഓർഗനൈസേഷനിൽ ബാലൻസ് ഷീറ്റ് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യാന്നാണ്. അതായത് ഒരു വർഷത്തിന്റെ അവസാനം ആ ഒരു ഓർഗനൈസേഷന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം ആനുവലി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, then അടുത്ത ചോദ്യം നോക്കൂ. ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദ കറന്റ് ലയബിലിറ്റീസ്. ഓപ്ഷൻ എ ബിൽസ് പേയബിൾ, ഓപ്ഷൻ ബി ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ഓപ്ഷൻ സി ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബവ്. താഴെ തന്നതില് കറന്റ് ലയബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. ഇപ്പൊ കറന്റ് ലയബിലിറ്റീസ് എന്താണ്? അതായത് ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെയാണ് കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ബിൽസ് പേയബിൾ ഒരു കറന്റ് ലയബിലിറ്റി ആണ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ഒരു കറന്റ് ലയബിലിറ്റി ആണ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്താണെന്ന് അറിയാലോ അല്ലെ? അപ്പൊ അതും ഒരു കറന്റ് ലയബിലിറ്റി ആണ്. അപ്പൊ ഓൾ ഓഫ് ദി അബവ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, then അടുത്തൊരു ചോദ്യം നോക്കൂ. 14ാമത്തെ ചോദ്യം. ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസസ് ഓഫ് അക്കൗണ്ടിംഗ് പ്രോസസ്. ഓപ്ഷൻ എ കമ്മ്യൂണിക്കേറ്റിംഗ്, റെക്കോർഡിംഗ്, ഐഡന്റിഫൈ. ഓപ്ഷൻ ബി റെക്കോർഡിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, ഐഡന്റിഫൈ. ഓപ്ഷൻ സി ഐഡന്റിഫൈയിങ്, കമ്മ്യൂണിക്കേറ്റിംഗ്, റെക്കോർഡിംഗ്. ഓപ്ഷൻ ഡി ഐഡന്റിഫൈയിങ്, റെക്കോർഡിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്. അതായത് അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ്സ് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആദ്യം ഐഡന്റിഫൈ ചെയ്യും, ബിസിനസ് ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യും. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്യലാണ്. അതിനുശേഷം ഏറ്റവും അവസാനം അതിന്റെ റിസൾട്ട് എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, then 15ാമത്തെ ചോദ്യം നോക്കൂ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ എക്സ്റ്റേണൽ യൂസർ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? ഓപ്ഷൻ എ മാനേജർ ഓഫ് ബിസിനസ്, ഓപ്ഷൻ ബി സിഇഒ ഓഫ് ബിസിനസ്, ഓപ്ഷൻ സി ക്രെഡിറ്റേഴ്സ് ഓഫ് ദ ബിസിനസ്, ഓപ്ഷൻ ഡി കൺട്രോളർ ഓഫ് ദ ബിസിനസ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് രണ്ട് തരത്തിലുള്ള യൂസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇന്റേണൽ യൂസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇന്റേണൽ യൂസർ എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷന്റെ ഇൻസൈഡിലായിട്ട് വരുന്ന ആളുകളാണ്. ഉദാഹരണമായിട്ട് മാനേജേഴ്സ്, സിഇഒ, കൺട്രോളർ, ഇവരൊക്കെ ഓർഗനൈസേഷന്റെ ഇന്റേണൽ യൂസേഴ്സ് ആണ്. എന്നാൽ ചില ഔട്ട്സൈഡിൽ വരുന്ന യൂസേഴ്സും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ഉദാഹരണമായിട്ട് ക്രെഡിറ്റേഴ്സ്, ഗവൺമെന്റ്. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ, ക്രെഡിറ്റേഴ്സ് ഓഫ് ബിസിനസ് ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ദെൻ അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് ദ ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ? ഓപ്ഷൻ എ ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു അസറ്റ്, ഓപ്ഷൻ ബി അസറ്റ് പ്ലസ് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ, ഓപ്ഷൻ സി ക്യാപിറ്റൽ പ്ലസ് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ്, ഓപ്ഷൻ ഡി ലയബിലിറ്റീസ് മൈനസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ്. അപ്പം അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, ഇത് പഠിച്ചു വെക്കുക. കാരണം ഈ ഇക്വേഷന്റെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ ലയബിലിറ്റീസ് കാണാൻ എന്താ ചെയ്യാ? അസറ്റ് മൈനസ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ക്യാപിറ്റൽ കാണാനോ അസറ്റ് മൈനസ് ലയബിലിറ്റീസ് ആണ്. അപ്പൊ അങ്ങനെയും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ദെൻ 17ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ വിഡ്രോവൽ ഓഫ് ക്യാഷ് ഓർ ഗുഡ്സ് ബൈ ദ ഓണർ ഓഫ് ദ ബിസിനസ് ഫോർ ഹിസ് ഓർ ഹെർ പേഴ്സണൽ യൂസ്? ഓപ്ഷൻ എ ഡിപ്രീസിയേഷൻ, ഓപ്ഷൻ ഡി ഡ്രോയിങ്, ഓപ്ഷൻ സി ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്, ഓപ്ഷൻ ഡി അപ്രീസിയേഷൻ. അതായത് ഒരു ബിസിനസിന്റെ ഓണർ അയാൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്യാഷ് അല്ലെങ്കിൽ ഗുഡ്സ് ബിസിനസ് വിഡ്രോ ചെയ്യുന്നതിനെ എന്താണ് പറയുന്നത്? അതിനെ ഡ്രോയിങ്സ് എന്നാണ് കേട്ടോ പറയാ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡ്രോയിങ്സ് ഈസ് ദ വിഡ്രോവൽ ഓഫ് ക്യാഷ് ഓർ ഗുഡ്സ് ബൈ ദ ഓണർ ഓഫ് ദ ബിസിനസ് ഫോർ ഹിസ് ഓർ ഹെർ പേഴ്സണൽ യൂസ്. ഒരു ബിസിനസിന്റെ ഓണർ അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിന് കുറച്ച് ക്യാഷോ അല്ലെങ്കിൽ ഗുഡ്സോ വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഡ്രോയിങ്സ് എന്നാണ് പറയാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഇനി 18ാമത്തെ ചോദ്യം, ഡബിൾ എൻട്രി ഇംപ്ലൈസ് ദാറ്റ്. ഓപ്ഷൻ എ റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ജേർണൽ, ഓപ്ഷൻ ബി റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ദ ലെഡ്ജർ അക്കൗണ്ട്, ഓപ്ഷൻ സി റെക്കോർഡിംഗ് ടു ആസ്പെക്ട് ഓഫ് എവറി ട്രാൻസാക്ഷൻസ്, ഓപ്ഷൻ ഡി റെക്കോർഡിംഗ് എവറി ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്ക്. അതായത് ഡബിൾ എൻട്രി എന്താ മീൻ ചെയ്യുന്നത്? ഒരു ട്രാൻസാക്ഷന്റെ രണ്ട് ആസ്പെക്ട് റെക്കോർഡ് ചെയ്യണമെന്നാണ്. ഏതൊക്കെയാണ് രണ്ട് ആസ്പെക്ട്? ഒന്ന് ഡെബിറ്റും മറ്റൊന്ന് ക്രെഡിറ്റും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി 19ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട് ഇക്വേഷൻ ഈസ് കറക്റ്റ്? താഴെ തന്നതിന് ഏത് അക്കൗണ്ട് ഇക്വേഷൻ ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ക്യാഷ് പ്ലസ് അതർ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ മൈനസ് ലയബിലിറ്റീസ്. അപ്പൊ അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടേ ഇല്ല, അപ്പൊ അതുകൊണ്ട് അതല്ല. ഇനി ബി നോക്കൂ, ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു അസറ്റ് പ്ലസ് ഇൻകം. അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടില്ല, അതും തെറ്റാണ്. ഇനി നോക്കൂ, അസറ്റ് മൈനസ് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ. ഇത് ശരിയായിട്ടുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ കണ്ട ബേസിക് ഇക്വേഷന്റെ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ള മറ്റൊരു ഇക്വേഷൻ ആണിത്. ഓക്കെ, ഇപ്പൊ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇക്വേഷൻ. ഇവിടെ നോക്കൂ, അസറ്റ് പ്ലസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ്. അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ ബേസിക് ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കാം. അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ക്യാപിറ്റൽ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? അസറ്റ് മൈനസ് ലയബിലിറ്റീസ് ആണ്. അതാണ് ഇവിടെ തന്നത്. ഓക്കെ, ദെൻ അടുത്ത നോക്കൂ, which of the following is true about a trial balance? Option A, it lists down the balances of accounts. Option B, it lists down the balances of the balance sheet. Option C, it is a kind of financial statement. Option D, it is not a part of accounting cycle. ഇവിടെ ട്രയൽ ബാലൻസിനെ കുറിച്ച് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. അപ്പൊ എന്താണ് ട്രയൽ ബാലൻസ്? അതായത് ഒരു വർഷത്തിന്റെ അവസാനം ആ ബിസിനസ്സിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള എല്ലാ അക്കൗണ്ട്സിന്റെയും ബാലൻസ് ലിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന പേരാണ് ട്രയൽ ബാലൻസ്. ഓക്കെ, അപ്പൊ അതില് ഡെബിറ്റ് ബാലൻസ് വരുന്ന അക്കൗണ്ട്സ് ഉണ്ടാവും, ക്രെഡിറ്റ് ബാലൻസ് വരുന്ന അക്കൗണ്ട്സ് ഉണ്ടാവും. ഇത് ലിസ്റ്റ് ചെയ്യാം, ഇത് ബാലൻസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ദെൻ 21ാമത്തെ ചോദ്യം, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2.
ഓപ്ഷൻ എ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 16, അതിന്റെ നേരെ വരുന്നത് ഇൻകം ടാക്സ് ആണ്. ഓപ്ഷൻ ബി ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 38 ലീസിംഗ്, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17 ഇൻടാഞ്ചിബിൾ അസറ്റ്, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 12 പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ്സ്. അപ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്സാമിന് ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് എ അഥവാ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 16 എന്ന് പറയുന്നത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓപ്ഷൻ ബി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 38 ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് കേട്ടോ. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ്. ദെൻ ഓപ്ഷൻ സി 2 ആണ്. അതായത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17 ഡിനോട്ട് ചെയ്യുന്നത് ലീസിങ്ങിനെയാണ്. ദെൻ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 12 ഡിനോട്ട് ചെയ്യുന്നത് ഇൻകം ടാക്സിനെയാണ്. ഇപ്പൊ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും ഉണ്ട്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും ഉണ്ട്. ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ 22ാമത്തെ ചോദ്യം, ദ എക്സ്പെൻസസ് ദാറ്റ് ഹാവ് ഫാളൻ ഡ്യൂ ഫോർ പേയ്മെന്റ് ബട്ട് നോട്ട് പെയ്ഡ് ആർ ഓപ്ഷൻ എ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ഓപ്ഷൻ ബി ഡെഫേർഡ് എക്സ്പെൻസസ്, ഓപ്ഷൻ സി അക്രൂഡ് എക്സ്പെൻസസ്, ഓപ്ഷൻ ഡി പ്രീപെയ്ഡ് എക്സ്പെൻസസ്. അതായത് ഓർഗനൈസേഷന്റെ ഒരു എക്സ്പെൻസ് പേ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്, പക്ഷെ അത് ഇതുവരെ പേ ചെയ്തിട്ടില്ല. അതിന് എന്താണ് പറയാ? അതിന് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്നാണ് പറയാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എക്സാമ്പിൾ ആയിട്ട് ഒരു ഓർഗനൈസേഷന്റെ റെന്റ് കൊടുക്കാനുള്ള ടൈമായി, പക്ഷെ ഓർഗനൈസേഷൻ ആ റെന്റ് എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് എന്നാണ് പറയാം. അതൊരു ലയബിലിറ്റി ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ അടുത്ത ചോദ്യം നോക്കൂ. ഡാഷ് പ്രിൻസിപ്പിൾസ് റിക്വയർസ് ദാറ്റ് സെയിം അക്കൗണ്ടിംഗ് മെത്തേഡ് ഷുഡ് ബി യൂസ്ഡ് ഫ്രം വൺ അക്കൗണ്ടിംഗ് പീരീഡ് ടു ദ നെക്സ്റ്റ്. ഓപ്ഷൻ എ കൺസർവേറ്റിസം, ഓപ്ഷൻ ബി കൺസിസ്റ്റൻസി, ഓപ്ഷൻ സി ബിസിനസ് എൻറ്റിറ്റി, ഓപ്ഷൻ ഡി മണി മെഷർമെന്റ്. അപ്പൊ നമ്മൾ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റും കണ്ടിട്ടുണ്ട്. ഇവിടെ ചോദിച്ചത് ഒരേ അക്കൗണ്ടിംഗ് മെത്തേഡ് തന്നെ എല്ലാ വർഷവും ഫോളോ ചെയ്യണം എന്ന് പറയുന്ന അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? കൺസിസ്റ്റൻസി ആണ്. അക്കൗണ്ടിംഗ് മെത്തേഡ്സിൽ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിൽ കൺസിസ്റ്റൻസി ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി. അതാണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ എല്ലാ അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സും അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസും പഠിച്ചു വെക്കുക, എക്സാമിന് ചോദ്യങ്ങൾ ഉണ്ടാവും. പിന്നെ അടുത്തത്, ദ കോസ്റ്റ് ഓഫ് സ്മോൾ calculator is treated as an expenses not shown as an asset in financial statement of a business entity due to materiality concept, option B matching concept, option C periodicity concept, option D conservatism concept. എന്താ അവിടെ പറഞ്ഞത്? അതായത് ഓർഗനൈസേഷൻ ചെറിയൊരു പൈസ കൊടുത്ത് ഒരു കാൽക്കുലേറ്റർ വാങ്ങി. അങ്ങനെ കാൽക്കുലേറ്റർ വാങ്ങിയ ആ ഒരു എക്സ്പെൻസിനെ അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിനെ എക്സ്പെൻസ് ആയിട്ടാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ കാണിക്കുക, ഒരിക്കലും ഒരു അസറ്റ് ആയിട്ട് കാണിക്കാറില്ല. അതെന്തുകൊണ്ടാണ്? അതിനെ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ്. അതായത് നല്ല എമൗണ്ട് വരുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. ഓക്കെ, അതാണ് കേട്ടോ അതിന്റെ കോൺസെപ്റ്റ്. അപ്പൊ അവിടെ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അക്കൗണ്ട് ഇക്വേഷൻ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ബേസിക് അക്കൗണ്ട് ഇക്വേഷന്റെ മറ്റൊരു ചോദ്യമാണ്. ഇവിടെ താഴെ തന്നതില് അക്കൗണ്ടിങ് ഇക്വേഷൻ അല്ലാത്തത് എന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത്. ഇവിടെ നോക്കൂ, അസറ്റ് ഈസ് ഇക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി അല്ലെങ്കിൽ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ദെൻ സി നോക്കൂ, ലയബിലിറ്റീസ് ഈസ് ഇക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ. അതും ശരിയാണ് അല്ലെ? ദെൻ അടുത്ത് നോക്കൂ, അസറ്റ് മൈനസ് ലയബിലിറ്റീസ് ഈസ് ഇക്വൽ ടു ക്യാപിറ്റൽ. അത് ശരിയാണ്. ഇവിടെ തെറ്റായത് ഓപ്ഷൻ ബി ആണ്, അസറ്റ് ഈസ് ഇക്വൽ ടു ലയബിലിറ്റീസ് മൈനസ് ക്യാപിറ്റൽ. അങ്ങനെ ഒരു ഇക്വേഷൻ ഇല്ല, അത് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതല്ല. ഓക്കെ, ബി ആണ് തെറ്റായിട്ടുള്ള അക്കൗണ്ടിങ് ഇക്വേഷൻ. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.